എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മൾ 9ാം ക്ലാസ്സിലെ 13ാമത്തെ ചാപ്റ്റർ പോളിനോമിയൽ പിക്ചേഴ്സിന്റെ 4ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ 3 ക്ലാസ്സുകളിൽ നമ്മൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ, അതിന്റെ ഗ്രാഫ് എങ്ങനെ വരും, അതൊരു സ്ട്രേറ്റ് ലൈൻ ആണ്, അതുപോലെ തന്നെ ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ പോളിനോമിയലിനെ എങ്ങനെ കണ്ടെത്താൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എപ്പോഴും ഒരു സ്ട്രേറ്റ് ലൈൻ ആണെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ്. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ഗ്രാഫ് എങ്ങനെ വരുമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ? വാട്ട് ഈസ് ദി ജനറൽ ഫോം ഓഫ് എ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ? എന്താണ്? ax² പ്ലസ് bx പ്ലസ് c. p of x ഈക്വൽ ടു ഫസ്റ്റ് ഡിഗ്രിയുടെ ax പ്ലസ് b 2 ടൈം ഉള്ളൂ. സെക്കൻഡ് ഡിഗ്രിയുടെ p of x ഈക്വൽ ടു ax² പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന രൂപത്തിലാണ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ജനറൽ ഫോമിലൂടെ. അവിടെ എ എന്ന് പറയുന്നത് 0 ഒഴിച്ചുള്ള ഏത് റിയൽ നമ്പറും വരാം, ബിയും സിയും ഏത് റിയൽ നമ്പർ വേണമെങ്കിലും ആകാം. ബി 0 ആകാം, സിയും 0 ആകാം, അതുപോലെ തന്നെ ഏത് റിയൽ നമ്പർ വേണമെങ്കിലും ബി സി വരാം. അപ്പൊ ഇത് സാമാന്യ രൂപമാണ് ax² പ്ലസ് ബി എക്സ് പ്ലസ് സി. സാധാരണഗതിയിൽ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയ രൂപം എന്ന് പറഞ്ഞാൽ ബിയും സിയും 0 ആക്കി കളഞ്ഞ് a1 ആവുന്നത്. അപ്പോൾ p of x equal to x² is the simplest form of a സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. ഏറ്റവും ലളിതമായ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൽ നിന്ന് p of x equal to x² ആണ്. എന്ന് പറഞ്ഞാൽ a1 ആവും, ബിയും സിയും 0 ആവും. അപ്പൊ p of x equal to x² ഗ്രാഫ് എങ്ങനെ വരുമെന്ന് ആദ്യം നമുക്ക് നോക്കാം. നമ്മൾ അവിടെ ഗ്രാഫ് വരച്ച എങ്ങനെയാ? കുറച്ച് വാല്യൂസ്, എക്സിന് കുറെ വാല്യൂ കണ്ടുപിടിച്ചു, അല്ലെ? എക്സിന് കുറെ വാല്യൂസ് കൊടുത്തു. അപ്പോൾ പി ഓഫ് എക്സിന്റെ വാല്യൂ എന്താണെന്ന് കണ്ടെത്തി. അപ്പൊ ഇവിടെ ഞാൻ എക്സിന് അവിടെ ചെയ്ത പോലെ 0 കൊടുക്കുന്നു, -3 ആദ്യം കൊടുക്കുന്നു. പി ഓഫ് -3 വരുമ്പോ എന്താ? എക്സിന്റെ സ്ഥാനത്ത് -3. അപ്പൊ -3യുടെ സ്ക്വയർ പോസിറ്റീവ്, സ്ക്വയർ ഓഫ് എനി നമ്പർ ഈസ് പോസിറ്റീവ് ആണ്. അപ്പൊ -3യുടെ സ്ക്വയർ 9. അപ്പൊ പി ഓഫ് -3 9 ആണ്. പി ഓഫ് -2 വരുമ്പോഴോ എക്സ് കാണുന്നിടത്ത് -2. അപ്പൊ പി ഓഫ് -2 എന്ന് പറയുമ്പോൾ -2ന്റെ സ്ക്വയർ അത് പോസിറ്റീവ് 4 ആണ്. എക്സ് -1 ആകുമ്പോഴോ പി ഓഫ് -1 എന്ന് പറയുന്നത് -1ന്റെ സ്ക്വയർ പോസിറ്റീവ് 1. എക്സ് 0 ആകുമ്പോഴോ പി ഓഫ് 0 സ്ക്വയർ എന്ന് പറയുന്നത് 0 ആണ്. എക്സ് 1 ആകുമ്പോഴോ പി ഓഫ് 1 സ്ക്വയർ 1 തന്നെയാണ്. എക്സ് 2 ആകുമ്പോഴോ 2ന്റെ സ്ക്വയർ 4 ആണ്. പി ഓഫ് 3 എന്ന് പറയുന്നത് 3ന്റെ സ്ക്വയർ 9. അപ്പൊ നമ്മളൊരു ഇതുപോലെ എത്ര പോയിന്റ് കണ്ടുപിടിച്ചോ? 7 പോയിന്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ആദ്യം ചെയ്ത പോലെ ഒന്ന് വരച്ചു നോക്കാം. ഹൊറിസോണ്ടൽ ലൈൻ ടേബിൾ ആയിട്ട് ഇതിനെ ഇങ്ങനെ എഴുതാം. എക്സ് പി ഓഫ് എക്സ്, എക്സ് -3 ആകുമ്പോൾ പി ഓഫ് എക്സ് 9, എക്സ് -2 ആകുമ്പോൾ പി ഓഫ് എക്സ് 4, എക്സ് -1 ആകുമ്പോൾ പി ഓഫ് എക്സ് 1, എക്സ് 0 ആകുമ്പോൾ പി ഓഫ് എക്സ് 0, എക്സ് 1 ആകുമ്പോൾ പി ഓഫ് എക്സ് 1, എക്സ് 2 ആകുമ്പോൾ പി ഓഫ് എക്സ് 4, അങ്ങനെ എക്സ് 3 ആകുമ്പോൾ പി ഓഫ് എക്സ് 9 വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഹൊറിസോണ്ടൽ ലൈൻ, ആ ഹൊറിസോണ്ടൽ ലൈനിൽ ഈ പോയിന്റ് ഒക്കെ -3 മുതൽ +3 വരെ വരത്തക്ക രീതിയിൽ എടുത്തു. ഒരു വെർട്ടിക്കൽ ലൈൻ എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സിന്റെ വാല്യൂ. അപ്പൊ പി ഓഫ് എക്സിലും ഹൊറിസോണ്ടൽ ലൈനിൽ എക്സും. അപ്പൊ എക്സ് -3 ആകുമ്പോൾ -3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വെർട്ടിക്കൽ ലൈനിൽ എത്ര വരണം? 9. അപ്പൊ -3യുടെ നേരെ 9 എന്ന പോയിന്റ് വന്നു. ഓക്കെ. -2ന്റെ നേരെയോ? -2ന് നേരെ 4 എന്ന പോയിന്റ് വരും. -1ന്റെ നേരെയോ? -1ന്റെ നേരെ 1 എന്ന പോയിന്റ് വരും. 0 തന്നെയാണ് അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ 0ക്ക് നേരെ 0 തന്നെ. അടുത്തത് 1ന്റെ നേരെ 1 തന്നെയാണ് വരുന്നത്. 1. അപ്പോൾ വെർട്ടിക്കൽ ലൈനിൽ 1ന് നേരെയും ഹൊറിസോണ്ടൽ ലൈനിൽ 1ന് നേരെയും വെർട്ടിക്കൽ ലൈനിൽ 1ന് നേരെയും വരുന്ന പോയിന്റ്. അതുപോലെ 2ന് നേരെ വരുന്ന പോയിന്റ്, 2നും 4നും നേരെ വരുന്ന പോയിന്റ്, അതുപോലെ 3യും 9ഉം വരുന്ന പോയിന്റ്. അപ്പോൾ ഇങ്ങനെ ഈ തന്നിരിക്കുന്ന പോയിന്റ് എല്ലാം ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് ഹൊറിസോണ്ടൽ ലൈനിലെ പോയിന്റ് നമ്പേഴ്സ് ആണിത്. ഇപ്പൊ -3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് -3 എന്ന് പറയുന്ന ഈ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് വെർട്ടിക്കൽ ലൈനിൽ 9ന് നേരെ കണ്ട. അതുപോലെ -2ന് കറസ്പോണ്ടിങ് ആയിട്ട് വെർട്ടിക്കൽ ലൈനിൽ 4ന് നേരെ, -1ന് കറസ്പോണ്ടിങ് ആയിട്ട് വെർട്ടിക്കൽ ലൈനിൽ 1ന് നേരെ, 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വെർട്ടിക്കൽ ലൈനിൽ 0 തന്നെ, 1ന് കറസ്പോണ്ടിങ് ആയിട്ട് വെർട്ടിക്കൽ ലൈനിൽ 1, 2ന് കറസ്പോണ്ടിങ് ആയിട്ട് വെർട്ടിക്കൽ ലൈനിൽ 4, 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വെർട്ടിക്കൽ ലൈനിൽ 9. ഇതെല്ലാം കൂടി വരച്ച് ഒരു
ലൈൻ ഇത് ഒറ്റ സ്ട്രെയിറ്റ് ലൈൻ അല്ല അല്ലേ? കഴിഞ്ഞ പ്രോബ്ലം എളുപ്പമായിരുന്നു, 2 പോയിന്റ് കിട്ടിയാലും മതിയായിരുന്നു, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു. ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ അല്ല, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പോയിന്റ് കണ്ടുപിടിച്ചത്. ഇതെല്ലാം കൂടി യോജിപ്പിച്ച ഒരു കർവ് നമുക്ക് കിട്ടും. ഇതാ ഇങ്ങനെ ഒരു കർവാ വരിക കണ്ടോ. ഈ എല്ലാ പോയിന്റും കൂടി നമ്മൾ സ്കെയിൽ വെച്ചല്ല യോജിപ്പിക്കുന്നത്, ഒരു ഫ്രീ കർവാണിത്. ഇങ്ങനെ ഒരു കർവായിട്ടാണ് കിട്ടുക. ഇതിന് പറയുന്ന പരാബോള എന്നാണ് പറയുക. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ അത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഈ കർവ് അതിൻ്റെ പ്രത്യേകതയൊക്കെ നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു കർവാണ് കിട്ടുക. ക്ലിയർ ആയി പറഞ്ഞപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ എന്താണ് ഗ്രാഫാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെന്താ ചെയ്തത്, നമ്മൾ മിനിമം ഇത്രയും വാല്യൂസ് എങ്കിലും കൊടുത്തെങ്കിൽ ഈ കർവ് നമുക്ക് കിട്ടും. കർവിന്റെ പ്രത്യേകത നോക്കിയാൽ 2 വശത്തേക്ക് ഒരുപോലെയാണ് പോകുന്നത്. കണ്ടില്ലേ, ഒരു മിനിമം ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ 0യിലേക്ക് വന്നിട്ട് പിന്നെ തിരിച്ച് അതുപോലെ തന്നെ മുകളിലേക്ക് വന്നു അല്ലേ. 2 വശം ഒരുപോലെ ആയിരിക്കും. ഓക്കെ, മറ്റേ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് നമ്മൾ ജിയോജിബ്രയിൽ വരച്ചതാണ് കേട്ടോ. ആ പോയിന്റുകൾ ഇങ്ങനെ കൃത്യമായിട്ട് അതിനകത്ത് വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഈ പോയിന്റ് എല്ലാം കൂടി വരുമ്പോൾ അത് ഇങ്ങനെ ചേർന്ന് വരും കേട്ടോ. പോയിന്റ് എല്ലാം കൂടി വരുമ്പോൾ ചേർന്ന് വരും. ഇങ്ങനെ ഒരു ഷേപ്പ്, കൃത്യ ഷേപ്പ് ഇതിനകത്ത് പരാബോളയെ കാണിച്ചു തരും. ഓക്കെ, ഇപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ്. ഇനി പി ഓഫ് എക്സ് ഈക്വൽ ടു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ വിവിധ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ഒക്കെ ഗ്രാഫ് എങ്ങനെ വരും എന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യം പറഞ്ഞു പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് ഇതുപോലെ തന്നെ വരും കേട്ടോ. പോയിന്റുകൾ അടുത്തടുത്ത പോയിന്റുകൾ അടയാളപ്പെടുത്തിയതായത് കേട്ടോ. നമ്മൾ അവിടെ പറഞ്ഞ 9 പോയിന്റല്ലേ അടയാളപ്പെടുത്തുള്ളൂ. ഇവിടെ കുറേ അധികം പോയിന്റുകൾ അടുത്തടുത്ത് വന്നിട്ടുണ്ട്. അതിങ്ങനെ വരും. ഈ ഷേപ്പ് പരാബോളയുടെ ഒരു ഷേപ്പ് എങ്ങനെ വരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്. ഇനി പി ഓഫ് എക്സ് ഈക്വൽ ടു ഹാഫ് എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് വരച്ചിട്ടുണ്ട്. പി ഓഫ് എക്സ് ഈക്വൽ ടു ഹാഫ് എക്സ് സ്ക്വയർ, അത് കുറച്ചുകൂടെ, ഇത് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ് വരച്ചത്. പി ഓഫ് എക്സ് ഈക്വൽ ടു ഹാഫ് എക്സ് സ്ക്വയർ, അതായത് ഈ കോഎഫിഷ്യന്റ് 1 മാറി ഹാഫായി എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ്. അപ്പോൾ കുറച്ചുകൂടെ ഇങ്ങനെ വിടാർന്നു വന്നു. ഇനി അടുത്ത് നോക്കാം നമുക്ക്. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x സ്ക്വയർ കണ്ടോ. ഈ ഹാഫ് മാറിയിട്ട് 2 ആയി, ട്വൈസ് ആയി. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് കൂടി വന്നു. അപ്പോൾ അങ്ങനെ കൂടി വന്നപ്പോൾ എന്ത് വന്നു, അത് കുറച്ചുകൂടെ ഈ വെർട്ടിക്കൽ ലൈനോട് അടുത്ത് വന്നു. 0 ഇവിടെ തന്നെയാണ് പോയത്. വേറെ ഒരെണ്ണം നോക്കാം. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് നെഗറ്റീവ് എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് കണ്ടോ. ഇവിടെ പി ഓഫ് എക്സ് ഈക്വൽ ടു നെഗറ്റീവ് എക്സ് സ്ക്വയർ വന്നപ്പോൾ എന്താ സംഭവിക്കാന്ന് പറയുന്നത് നോക്കിയേ, അത് നേരെ തിരിഞ്ഞു വന്നു. കാരണം നെഗറ്റീവ് എക്സ് സ്ക്വയർ വരുമ്പോൾ ഏതൊരു നമ്പർ കൊടുക്കുമ്പോഴും അതിന്റെ സ്ക്വയർ എടുത്തിട്ട് നെഗറ്റീവ് വരുമ്പോൾ താഴോട്ടാ വരിക. അപ്പോൾ ഈ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് നെഗറ്റീവ് ആണ്, ഇങ്ങനെ തല തിരിഞ്ഞ ഒരു കർവാണ്, പരാബോളയാണ് കിട്ടുക. ഈ രൂപത്തിലാണ് കിട്ടുക. ഇവിടെ എല്ലാം പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറും പി ഓഫ് എക്സ് ഈക്വൽ ടു ഹാഫ് എക്സ് സ്ക്വയറും പി ഓഫ് എക്സ് ഈക്വൽ ടു 2x സ്ക്വയറും പി ഓഫ് എക്സ് ഈക്വൽ ടു -x സ്ക്വയറും എല്ലാം കടന്നു പോകുന്നത് ഒറിജിനലിലൂടെയാണ്. ഇത് 0 ഇനി നമുക്ക് വേറെ ഒരെണ്ണം നോക്കാം. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1ന്റെ ഗ്രാഫാണ്. എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നതിന്റെ ഗ്രാഫ് അത് ഈ 0 അല്ല കടന്നു പോയിരിക്കുന്നത്. അതായത് ഈ 2 ലൈനെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലൂടെ അല്ല കടന്നു പോയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1ന്റെ ഗ്രാഫ് ഷേപ്പ് അതുപോലെ തന്നെയാണ്, പക്ഷെ അത് കടന്നു പോയിരിക്കുന്നത് 0 പോയിട്ടില്ല. അപ്പോൾ ഇത് മൊത്തത്തിലെല്ലാം പരാബോളയും കൂടി കുറേ അധികം ഗ്രാഫുകളുടെ നമുക്ക് ഇതുപോലെ വരച്ചു നോക്കാം. അപ്പോൾ ഈ ഗ്രാഫ് എല്ലാം വരച്ചാൽ ഇതുപോലെ പരാബോളിക് ഷേപ്പിലായിരിക്കും കിട്ടുക. ഈ ഷേപ്പ് ഇതുപോലെ തന്നെയാണ്, പക്ഷെ അതിന്റെ ഒറിജിൻ ഈ കൂട്ടുമുട്ടുന്ന പോയിന്റ് ഒക്കെ മാറി മാറി വരാം. ഈ ഒറിജിൻ മാറി മാറി വരാം അല്ലെ. ഒറിജിൻ എല്ലാ ഒറിജിനിലൂടെ കടന്നു പോകണമെന്നില്ല. അപ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഏതെടുത്തു കഴിഞ്ഞാലും ഇതുപോലെ ഒരു പരാബോളിക് ഷേപ്പ് ആയിട്ടായിരിക്കും, ഇതുപോലെ ഒരു കർവായിട്ടായിരിക്കും കിട്ടുക. ഇനി ഇതുപോലെയുള്ള കൂടുതൽ ചിത്രങ്ങൾ നിങ്ങൾ ജിയോജിബ്ര എടുത്ത് വരച്ചു നോക്കുക, അതിന്റെ പ്രത്യേകതകൾ കണ്ടെത്തി നോക്കുക. അപ്പോൾ പരാബോളിക് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ഗ്രാഫ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിന്റെ പ്രത്യേകതകൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഗ്രാഫുകൾ കൂടുതൽ വരച്ചു നോക്കുക. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.